ഹലോ, വെൽക്കം ബാക്ക് ടു സാങ്സ് വ്ലോഗിവേഴ്സ്. നമ്മളിപ്പോൾ ഉള്ളത് സേലത്തുള്ള ഏർക്കാട് എന്ന് പറയുന്ന ഒരു ഹിൽ സ്റ്റേഷനിലാണ്. നമ്മൾ മലയാളികൾ ആരും അധികം അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാത്ത തമിഴ്നാട്ടിലത്തെ മറ്റൊരു ഊട്ടി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ് ഏർക്കാട്. ഞങ്ങളിവിടെ 2 ദിവസത്തിന് വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ളത്, അതുപോലെ ഒരു ദിവസത്തിൽ നമുക്ക് എന്തൊക്കെ കവർ ചെയ്യാനാണ് സുഖം, പിന്നെ ഞങ്ങൾ എവിടെ സ്റ്റേ ചെയ്യുന്നത്, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. സോ ഇവിടെ കാണാനുള്ള സ്ഥലങ്ങളെ പറ്റി പറയുന്നതിന് മുമ്പേ ആദ്യം നമുക്ക് ഏർക്കാട് എന്താണെന്ന് നോക്കാം. ഏർക്കാട് എന്നത് ഒരു തമിഴ് വാക്കാണ്. തമിഴിൽ ഏരി എന്ന് പറഞ്ഞാൽ ലേക്കാണ്, കാട് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ്. സോ ഏർക്കാട് എന്ന് പറഞ്ഞാൽ ലേക്ക് ഫോറസ്റ്റ് എന്നാണ് അർത്ഥം. ഈ ഏർക്കാട് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഈസ്റ്റേൺ ഗഡ്സിലുള്ള ഷെവറോയ് ഹിൽസിലാണ്. അതുകൊണ്ട് തന്നെ ഏർക്കാട് ഹിൽസിനെ നമ്മൾ ഷെവറോയ് ഹിൽസ് എന്നും വിളിക്കാറുണ്ട്. അടുത്തുള്ള മെയിൻ ടൗൺ സേലം തന്നെയാണ്. സേലത്ത് നിന്നും 20 ഹെയർ പിൻ ബെൻസ് കയറിയിട്ടാണ് നമ്മൾ ഏർക്കാട് എത്തുന്നത്. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാരാണ് ഈ സ്ഥലം ഡിസ്കവർ ചെയ്തതൊക്കെ. ഇവിടെ ആദ്യമായിട്ട് വീട് വെച്ചത് അന്നത്തെ സേലം കളക്ടറായ MD കോക്ബേൺ ആണ്. അവർ തന്നെയാണ് ഇവിടെ കോഫി പ്ലാന്റേഷൻസും തുടങ്ങി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ MD കോക്ബേണിനെയാണ് നമ്മൾ ഫാദർ ഓഫ് ഏർക്കാട് എന്ന് പറയുന്നത്. കേൾക്കുന്ന നിങ്ങളെക്കാട്ടിലും പറയുന്ന എനിക്ക് ഒരു ഹിസ്റ്ററി ക്ലാസ്സിൻ്റെ ഫീലൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഹിസ്റ്ററി ഇവിടെ നിർത്താം. നേരത്തെ പറഞ്ഞ സേലത്ത് നിന്നുള്ള 20 ഹെയർ പിൻ ബെൻസിലെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. മേലേക്ക് കയറുന്തോറും നമുക്ക് ഏർക്കാടിൻ്റെ തണുപ്പൊക്കെ ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. കൃത്യം 10-ാമത്തെയും 15-ാമത്തെയും വളവിലെ കാഴ്ചകൾ കുറച്ചുകൂടി മനോഹരമായിരിക്കും. താഴേക്കുള്ള വ്യൂ ഒക്കെ കുറച്ചുകൂടി സൂപ്പറായിട്ട് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. പിന്നെ അടുത്ത് തന്നെ ഒരു ചെറിയ അമ്പലമൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ചുരം കയറി വരുമ്പോൾ തന്നെ ഇവിടുത്തെ മെയിൻ വ്യൂ പോയിൻറ്റ്സ് ആയിട്ടുള്ള ലേഡി സീറ്റ്, ജെൻ സീറ്റ്, ചിൽഡ്രൻ സീറ്റ് ഇതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കാടിൻ്റെയും കോഫി പ്ലാന്റേഷൻസിൻ്റെയും ഒക്കെ ഇടയിലൂടെയുള്ള 20 ഹെയർ പിൻ ബെൻസ് കഴിയുന്നതോടുകൂടി നമ്മൾ അവിടുത്തെ മെയിൻ ടൗണിലേക്ക് കയറും. ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, ഞങ്ങളിവിടെ 2 ദിവസത്തിന് വേണ്ടിയാണ് വന്നത്. ഞങ്ങൾ റൂം എടുത്തത് തമിഴ്നാട് ടൂറിസത്തിൻ്റെ തന്നെ, അതായത് TTDCയുടെ തന്നെ ഹോട്ടലിലായിരുന്നു. വലിയ റിസോർട്ടുകളൊന്നും പ്രതീക്ഷിക്കാതെ വരുന്നവർക്ക് ഇതൊരു നല്ല ഓപ്ഷൻ തന്നെയാണ്. റൂം ടൂർ ഞാൻ പിന്നാലെ കൊടുക്കും. ഇവിടുത്തെ ബാൽക്കണിയിൽ നിന്ന് നല്ല ലേക്ക് വ്യൂ ഉണ്ട്. അതുമാത്രമല്ല ഇവിടെ നല്ല ഫുഡും കിട്ടും. സോ നല്ല ഓപ്ഷൻ തന്നെയാണ് ശരിക്കും. ഈ ഒരു ഹോട്ടൽ വരുന്നത് ബോട്ട് ഹൗസിൻ്റെ തൊട്ടടുത്താണ്. പിന്നെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നമ്മളീ കാണുന്ന ടൂറിസ്റ്റ് സ്പോട്ടിക്കൊക്കെ കുറച്ച് സെൻറ്ററായിട്ട് വരുന്നൊരു ലൊക്കേഷൻ കൂടിയാണ് ബോട്ട് ഹൗസ്. സോ നിങ്ങളിപ്പോൾ TTDC എടുത്തില്ലെങ്കിലും ബോട്ട് ഹൗസിൻ്റെ അടുത്ത് ഏതെങ്കിലും റിസോർട്ടോ കാര്യങ്ങളോ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. നമ്മുടെ ഹോട്ടലിൽ നിന്നും അല്ലെങ്കിൽ ബോട്ട് ഹൗസിൽ നിന്നും വെറും 650 മീറ്റർ ദൂരമായിട്ട് ഒരു ഗവൺമെൻറ് ബൊട്ടാനിക്കൽ ഗാർഡൻ ഉണ്ട്. ഹോട്ടലിൽ നിന്ന് 2 മിനിറ്റ് എടുക്കുള്ളൂ കാറിൽ. അതുപോലെ തന്നെ വെറും 350 മീറ്റർ ദൂരെ പോപ്പി ഹിൽസ് അഡ്വഞ്ചർ പാർക്കും ഉണ്ട്. പിന്നെ ഹോട്ടലിൽ നിന്നും ഏകദേശം 2.5 കിലോമീറ്റർ പോയാൽ കിളിയൂർ വാട്ടർഫാൾസ് ഉണ്ട്. ഇവിടെയും കുറേ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ റോഡ് അല്പം മോശമാവും. ഓഫ് റോഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അവിടെ റൂം എടുക്കാം. പിന്നെ കിളിയൂർ വാട്ടർഫാൾസിലേക്ക് എത്തണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ 200 സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലണം, അതല്ലെങ്കിൽ അവിടെ ഒരു ജീപ്പ് റൈഡ് ഉണ്ട്. അത് അത്യാവശ്യം ഒരു അഡ്വഞ്ചർ ട്രിപ്പ് തന്നെയായിരുന്നു. ഈ കിളിയൂർ വാട്ടർഫാൾസിലേക്കുള്ള യാത്ര മാത്രമായിട്ട് ഒരു വ്ലോഗ് ഉണ്ടാവും. സോ എല്ലാവരും ഇത് കഴിഞ്ഞിട്ട് അതും കൂടി ഒന്ന് കാണാം. കിളിയൂർ വാട്ടർഫാൾസിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ പോയാൽ, അതായത് ഒരു 17 മിനിറ്റൊക്കെ കാറിൽ പോയാൽ ഒരു സ്കൈ പാർക്ക് ഉണ്ട്. അതും ഒരു അഡ്വഞ്ചർ പാർക്ക് തന്നെയായിരുന്നു. ഹോട്ടലിൽ നിന്നും ഇവിടേക്ക് വെറും 3 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ.
സ്കൈ പാർക്കിൽ നിന്നും വെറും 1.5 കിലോമീറ്റർ മാറി ഒരു പീക്കു പാർക്ക് ഉണ്ട്. കൂടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്ഥലം ഒരിക്കലും മിസ് ചെയ്യരുത്. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇതൊരു അടിപൊളി സ്പോട്ട് തന്നെയാണ്. എനിക്ക് ആദ്യം കുറച്ച് പേടിയുണ്ടായിരുന്നു, പക്ഷേ പിന്നെ അങ്ങോട്ട് സെറ്റായി. ഹോട്ടലിൽ നിന്ന് ഇങ്ങോട്ട് വെറും 4 കിലോമീറ്റർ 4.2 കിലോമീറ്ററൊക്കെ വരുന്നുള്ളൂ. 11 മിനിറ്റൊക്കെ എടുക്കും. ഈ പറയുന്ന പീക്കു പാർക്കിൽ വെറും ബേഡ്സ് മാത്രമൊന്നും അല്ല കേട്ടോ ഉള്ളത്, വേറെയും കുറേ പെറ്റ്സ് ഉണ്ടായിരുന്നു. സോ പെറ്റ്സിനെ സ്നേഹിക്കുന്നവർക്കും ഇതൊരു അടിപൊളി സ്പോട്ടാണ്. ഇതിൻ്റെ മാത്രമായിട്ടും വേറൊരു വ്ലോഗ് ഉറപ്പായിട്ടും ഉണ്ടാവും. സോ അതും എല്ലാവരും കണ്ടു നോക്കുക. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ വിട്ടത് പഗോഡ പോയിൻ്റാണ്. പീക്കു പാർക്കിൽ നിന്ന് വെറും 1 കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ടുള്ള ദൂരം. ഒരു 3 മിനിറ്റൊക്കെ എടുത്തിട്ടുള്ളൂ ഞങ്ങൾ കാറിലെത്താൻ വേണ്ടിയിട്ട്. അവിടുന്നും നല്ല സൂപ്പർ വ്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത്. പഗോഡ പോയിൻ്റ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വേറൊരു വ്യൂ പോയിൻറ്റിലേക്ക് വിട്ടു. ലേഡി സീറ്റ് എന്നാണ് ഇതിന് പറയുന്ന പേര്. പീക്കു പാർക്കിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ ദൂരെയാണ് ലേഡി സീറ്റ് ഉള്ളത്. ലേഡി സീറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ടെലിസ്കോപ്പ് ഹൗസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ പോയപ്പോൾ അത് അടച്ചു കിടക്കായിരുന്നു. സോ അതിൻ്റെ ഉള്ളിൽ എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. പിന്നെ ലേഡി സീറ്റൊന്നും നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. പക്ഷെ അവിടെ കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഫോൺ കയ്യിലെടുക്കാനും ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഈ ലേഡി സീറ്റിൻ്റെ പിന്നാലെ തന്നെ ആളുകൾ കാണുന്ന വേറെ 2 വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. ഒരെണ്ണം ജെൻ സീറ്റ്, പിന്നെ ഒരെണ്ണം ചിൽഡ്രൻ സീറ്റ്. അതിൽ ജെൻ സീറ്റിലേക്ക് ലേഡി സീറ്റിൽ നിന്ന് വെറും 700 മീറ്ററും ചിൽഡ്രൻ സീറ്റിലേക്ക് ജെൻ സീറ്റിൽ നിന്ന് വെറും 220 മീറ്ററും ഉള്ളത്. രണ്ടും ഒരു 1, 2, 3 മിനിറ്റൊക്കെ നമുക്ക് സമയം എടുക്കുള്ളൂ എത്താൻ വേണ്ടിയിട്ട്. ഈ പറയുന്ന 3 വ്യൂ പോയിൻറ്റ്സിൽ നിന്നും നമുക്ക് നമ്മൾ കയറി വന്ന ചുരം നന്നായിട്ട് തന്നെ കാണാൻ പറ്റും. അതുപോലെ തന്നെ അവിടുന്ന് ഈ 3 വ്യൂ പോയിൻറ്റ്സും നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിരുന്നു. പിന്നെ അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ജനറ്റിക് ഹെറിറ്റേജ് ഗാർഡനും ഉണ്ടായിരുന്നു. ലേഡി സീറ്റിൽ നിന്ന് വെറും 400 മീറ്ററാണ് ഈ പറയുന്ന ജനറ്റിക് ഹെറിറ്റേജ് ഗാർഡനിലേക്കുള്ള ദൂരം. ലേഡി സീറ്റിന് തന്നെ തൊട്ടടുത്തുള്ള മറ്റു 2 സ്പോട്ടാണ്. ഒരെണ്ണം റോസ് ഗാർഡൻ, പിന്നെ ഒരെണ്ണം സിൽക്ക് വേൾഡ്. ഇത് രണ്ടും തൊട്ടടുത്തടുത്തായിട്ട് തന്നെയാണ് ഉള്ളത്. ചാരി ചാരിയാണ് രണ്ടിലേക്കുള്ള എൻട്രൻസ് നമുക്കുള്ളത്. റോസ് ഗാർഡൻ്റെ പുറത്ത് തന്നെ കുറച്ച് പ്ലാന്റ്സൊക്കെ സെയിലിനും ഉണ്ടായിരുന്നു. ഇത് റോസ് ഗാർഡൻ്റെ ഉൾഭാഗമാണ് കേട്ടോ. ഞങ്ങൾ പോയ സമയത്ത് ഒരുപാട് ചെടികളൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാൽ അത്യാവശ്യം ചെടികളുണ്ടായിരുന്നു. റോസസൊക്കെ അവരിങ്ങനെ വളർത്തി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പിനൊക്കെ ആകുമ്പോഴേക്കും അതൊക്കെ വളർന്ന് നല്ല സൂപ്പറായിട്ടുണ്ടാവും. കണ്ടില്ലേ, ഇടയിലൊക്കെ കുറച്ച് ഗ്യാപ്പായിരുന്നു ഉണ്ടായിരുന്നത്. അന്നത്തെ ദിവസത്തെ കറക്കൊക്കെ കഴിഞ്ഞ് ഞാനും അമ്മയും ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയിരുന്നു. ഇവിടെ ഞങ്ങൾ നടന്ന ആ ഭാഗത്ത് അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അധികം ദൂരം പോയില്ല. അവിടെ എത്തി കുറച്ച് ചോക്ലേറ്റ്സൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് തന്നെ വിട്ടു. പണ്ടൊക്കെ ഞാൻ ഹിൽ സ്റ്റേഷനിൽ പോകുമ്പോൾ ഡാർക്ക് ചോക്ലേറ്റ്, മിൽക്ക് ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ്, ഇങ്ങനെ കുറച്ച് വെറൈറ്റീസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ കുറേ ഫ്ലേവേഴ്സ് ഉണ്ട്. ബട്ടർ സ്കോച്ച്, ബ്ലൂബെറി എന്നൊക്കെ പറഞ്ഞ് കുറേ ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഓയിലാണ് കേട്ടോ ഇത്, കട്ട പിടിച്ച് നിൽക്കുകയാണ് തണുപ്പ് കാരണം. അങ്ങനെ കുട്ടി കുട്ടി ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് തന്നെ വിട്ടു. നമ്മുടെ ഹോട്ടലിൻ്റെ ബാക്കത്തെ ഗേറ്റ് കൂടെ ഞങ്ങൾ ഇറങ്ങിയിരുന്നത്. പിന്നെ ഞങ്ങൾ ഫ്രണ്ട് ഗേറ്റ് കൂടെ ഉള്ളിൽ കയറി. അതിന് തൊട്ട് മുമ്പ് തന്നെയാണ് കേട്ടോ ഈ ചോക്ലേറ്റ് കടകളൊക്കെ ഉള്ളത്. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ നേരെ ബോട്ടിങ്ങിന് വിട്ടു. ബോട്ടിങ് തുടങ്ങാൻ വേണ്ടിയിട്ടൊരു 10 മണിയൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ അന്ന് തന്നെ തിരിച്ചു പോരാനും പ്ലാൻ ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ ബോട്ടിങ് ചെയ്തു. ബോട്ട് ഹൗസിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ വേറൊരു ഗാർഡനും ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളൊരു ഇത്തിരി ലേറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിലൊന്നും അധികം പോകാൻ വേണ്ടി നിന്നില്ല. പിന്നെ ഞങ്ങൾ പോവാത്ത വേറെയും കുറച്ച് അഡ്വഞ്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ഇനി പോകുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ വീഡിയോയിൽ ആഡ് ചെയ്യാം. അവിടെ അവരുടെ കോൺടാക്റ്റ് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നന്നായിട്ട് തന്നെ പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾ ഏർക്കാടേക്ക് പോവുക. ഒരു 2 ദിവസമൊക്കെ കാണാനുള്ളത് ഏർക്കാടുള്ളൂ. എല്ലാം തൊട്ടടുത്തടുത്തുള്ള സ്ഥലങ്ങളാണ്. അത്യാവശ്യം അഡ്വഞ്ചേഴ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ഏജുകാർക്കും പറ്റിയ ആക്ടിവിറ്റീസ് ഈ ഏർക്കാടിലുണ്ട്. ഇനി വ്യൂ പോയിൻറ്റ്സ് ആണെങ്കിലും ഞങ്ങൾ കണ്ടത് മാത്രമല്ല, അതല്ലാതെയും കുറച്ച് വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. കരടിയൂർ എന്നൊക്കെ പറഞ്ഞിട്ടൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഞങ്ങൾക്ക് അത് കുറച്ച് ദൂരമായിരുന്നു. സോ ഞങ്ങളത് സ്കിപ്പ് ചെയ്തു.
ഒരു ചെറിയ വെക്കേഷനൊക്കെ കഴിഞ്ഞ് കേരളത്തിൽ നിന്ന്, അതായത് പാലക്കാട് നിന്ന് ചെന്നൈക്കുള്ള ഒരു ട്രിപ്പായിരുന്നു ഇത്. അതിൻ്റെ ഇടയിലാണ് ഞങ്ങളിങ്ങനെ ഏർക്കാടൊക്കെ പ്ലാനിട്ട് അവിടെ 1-2 ദിവസം സ്റ്റേ ഒക്കെ ചെയ്തത്. സോ പാലക്കാട് നിന്ന് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ആ 20 ഹെയർ പിൻ ബെൻസൊക്കെ ഉണ്ടായിരുന്നു. തിരിച്ചും ഞങ്ങൾ അത് കൂടെ തന്നെ ഇറങ്ങുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഗൂഗിൾ മാപ്പ് വേറെ വഴിയാണ് കാണിച്ചത്. മേ ബി ചെന്നൈക്കുള്ള ഈസിയസ്റ്റ് വേ അതായിരിക്കും. പക്ഷേ അത് ഞങ്ങൾക്ക് കുറച്ചുകൂടി നല്ലതായി തോന്നി. കാരണം വന്ന വഴി തന്നെ തിരിച്ചു പോകുന്നതിനെക്കാട്ടിലും പുതിയ വഴി എക്സ്പ്ലോർ ചെയ്യാൻ കുറച്ചുകൂടി രസമുണ്ടായിരുന്നു. ആ വഴിയും നല്ല സൂപ്പറായിരുന്നു കേട്ടോ. ഈ കണ്ട പോലത്തെ നിറയെ ബട്ടർഫ്ലൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പതിവ് പോലെ തന്നെ അവിടെ നിന്നെടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ ആഡ് ചെയ്ത് ഞാൻ ഈ ഒരു വീഡിയോയും വൈൻഡപ്പ് ചെയ്യാണ്. സോ ചാനൽ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരുപാട് ട്രാവൽ വീഡിയോസ് വരും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.